ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന ഒരു സിനിമയുടെ റിവ്യൂമായിട്ടാണ്. എന്താ പറയാ, ജനഗണമന, ക്യൂൻ, ഈ രണ്ട് സിനിമയോട് തന്നെ ഇദ്ദേഹം എന്താണ് സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്നുള്ളത് ഒരു ചെറിയ ചിത്രം തന്നെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്കറിയാം, എന്ത് ജേണലുള്ള സിനിമയാണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതെങ്കിൽ പോലും അതിലൊരു സോഷ്യൽ കണ്ടന്റ് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനോടെ തന്നെയാണ് സിനിമയ്ക്ക് കയറിയത്. ജനഗണമന കണ്ടപ്പോൾ ഞാൻ എങ്ങനെ ഇരുന്നു, അതേ ഇമോഷൻ തന്നെയാണ് എനിക്ക് ഈ സിനിമ ഉണ്ടായിരുന്നത്. അതേ ഇമോഷൻ, അതായത് നമ്മൾ അറിയാതെ നമ്മൾ കൈയടിച്ചു പോകണം. ചില സിനിമകളിൽ, ചില സീനുകൾക്കൊക്കെ, ചില ഡയലോഗുകൾക്കൊക്കെ നമ്മൾ എണീച്ചെന്ന് കൈയടിക്കണം എന്നൊക്കെ ഒന്ന് തോന്നിപ്പോ. അങ്ങനെയുള്ള ഗംഭീര ഡയലോഗ്സ് ആണ് ഈ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നതിൽ ഡയലോഗ്സ് ആണ്. ഡയലോഗ്സ് വിത്ത് ആ സിനിമ കൊണ്ടുപോയൊരു രീതി, എസ്പെഷ്യലി ഈ സിനിമ ഒരു ഗ്രാഫ് ഇങ്ങനെ പൊന്തി 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 പോയിട്ട് പിന്നെ ഒന്ന് താഴോട്ട് വരും, പിന്നെയും ഹൈ ആയി, പിന്നെയും താഴ്ന്ന്, അങ്ങനെ ഒരു പ്രത്യേക ഒരു ഫ്ലോയിൽ സിനിമ ഇങ്ങനെ പോവാണ്. ഈ സിനിമ എവിടെയും നമ്മളെ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നിവിൻ പോളിയുടെ പെർഫോമൻസ് അസാധ്യം. ഒരു ഉമേഷ് ലെവൽ നിവിനെ കാണുന്ന പ്രതീക്ഷിച്ചാണ് തിയേറ്ററിൽ നിങ്ങൾ പോകുന്നെങ്കിൽ അഴിഞ്ഞാട്ടം നിങ്ങൾക്ക് നിവിൻ്റെ നിന്ന് പ്രതീക്ഷിക്കാം. പണ്ടത്തെ അതേ കോമഡി ടൈമിങ്, ആ ഒരു നിഷ്കളങ്കതയിൽ, ഒരു സീരിയസ്നെസ് ഇല്ലാത്ത വളരെ കൂളായിട്ട് തന്റെ ക്യാരക്ടർ കിട്ടിയ ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന, അനായാസമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു നിവിൻ പോളി ഉണ്ടല്ലോ. ആ നിവിൻ പോളിനെ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റിയെന്നുള്ളതാണ്. കുറെ കൈയടിച്ചു. ഇങ്ങേരുടെ ഒരു ഗ്യാപ്പ് സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നിവിന്റെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ തോന്നും. പിന്നെ ഡിജോ ജോസ് ആന്റണിയുടെ മേക്കിംഗ്, ജെയ്ക്സ് ബിജോയുടെ ബീജിയം, വിഷ്വൽസ്, മൊത്തത്തിൽ സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എന്തോ വലിയ സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഒരു നല്ല സിനിമ വെക്കേഷനൊക്കെ പോയിട്ട് കണ്ട് അടിച്ചു പൊളിച്ച്, ഞാൻ ജനഗണമന കാണുമ്പോഴും പറഞ്ഞ അതേ സംഭവം തന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. നമുക്ക് നമ്മുടെ നാട്ടില്, അല്ലെങ്കിൽ നമുക്ക് പറയണം, പ്രതികരിക്കണം എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളെ നമ്മളിങ്ങനെ സിനിമകളിലൂടെ കാണുമ്പോൾ നമ്മൾ കൈയടിച്ച് ആ ഒരു പ്രതികരണം നമ്മൾ കയ്യടിയിലൂടെ ഇങ്ങനെ തീർക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചില ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കൈയടിച്ച് 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 നമ്മൾ ആ ഒരു ഇമോഷൻ, നമ്മുടെ ഉള്ളിലെ ആ ഒരു പ്രതികരിക്കണം എന്നുള്ള ആ ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ, ആ ഇമോഷൻ നമ്മൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ശ്രമിക്കും. അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജനഗണമന കാണുമ്പോഴും ഇത് കാണുമ്പോഴും എനിക്ക് തോന്നിയത്. കുറേ ഡയലോഗുകളുണ്ട് ഇതിൽ. പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ നല്ല വൃത്തിയായിട്ട് കളിയാക്കുന്നുണ്ട്. ചില പ്രത്യേക മതവിഭാഗങ്ങളെ പൊക്കിയടിക്കുകയും മറ്റു മതവിഭാഗങ്ങളെ താത്തിയടിക്കുന്ന പരിപാടിയൊന്നുമില്ല. എല്ലാ മതവിഭാഗങ്ങളിലും പൊള്ളത്തരങ്ങളുണ്ട്, പൊട്ടത്തരങ്ങളുണ്ട്, എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ വൃത്തിയായിട്ട് തന്നെ കളിയാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് സീനുകളുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. മുത്തപ്പന്റെ ഒരു സീനുണ്ട്. അതേപോലെ ഇതിൽ നിവിൻപോളിയുടെ ഒരു അറബി ആയിട്ടുള്ള ഒരു സീനുണ്ട്. സൂപ്പറാണ് ഇതൊക്കെ. ഈ കുറെ സ്ഥലങ്ങളിൽ ഇമോഷണൽ ആയി പോകും. നമ്മുടെ ആ ഒരു മേക്കിംഗ് കണ്ടിട്ട് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ ഇമോഷണൽ ആയി പോകും. കാരണം നമ്മുടെ ഉള്ളിലെ വികാരമാണത്. മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടാലും നമ്മുടെ ഉള്ളില് സബ്റ്റിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു വികാരങ്ങളുണ്ട്. കുറെ നന്മ നിറഞ്ഞൊരു, നമ്മൾ എന്തൊക്കെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ പോലും നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു മനുഷ്യപ്പറ്റുണ്ട് മലയാളികളിൽ. അത് കാണുമ്പോൾ ഏതൊരു മലയാളിയും കൈയടിച്ചു പോകും. അതാണ് ഡിജോ ജോസ് ആന്റണി പറഞ്ഞത്, ഇത് മലയാളികളുടെ സിനിമയാണ്, ഇത് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സമർപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്, ട്രിബ്യൂട്ട് തന്നെയാണ്. ഈ ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന ഒരു ജോലിയും ചെയ്യാതെ നാട്ടിലൂടെ നടക്കുന്ന മലയാളിയിൽ നിന്ന് തൊട്ട് എത്രയോ പേരെ സഹായിക്കുന്ന, എത്രയോ പേർക്ക് വെളിച്ചമായിട്ട് മാറുന്ന, എത്രയോ പേർക്ക് ഇൻസ്പയർ ആവുന്ന, എത്രയോ പേരുടെ പ്രതീക്ഷയായിട്ട് മാറുന്ന ഒരു മലയാളിയായിട്ട് മാറുന്ന നിവിൻപോളിയിലേക്കാണ് സിനിമ ഇങ്ങനെ പോകുന്നത്. ആ സിനിമയെ കൊണ്ടുപോയൊരു രീതി, തമാശയിലൂടെയാണ് ഇതിൽ പല ഈ സോഷ്യൽ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു തന്നില്ല. ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പൊള്ളരുതായ്മേനെയും ചെറിയ തമാശകളിലൂടെ ഇങ്ങനെ കാണിച്ചതാണ്. മലയാളികളുടെ എല്ലാ സ്വഭാവത്തെയും കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറെയൊക്കെ നോട്ട് ചെയ്തിട്ട് അതിനെ തമാശ രൂപത്തിൽ കാണിക്കാൻ സിനിമയിലൂടെ ഡിജോ ജോസ് ആന്റണിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ റൈറ്ററും ഇവർ തന്നെയാണോ എനിക്ക് അറിയില്ല, പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ ഈ ഡയലോഗ്സ് ഞാൻ വീണ്ടും എടുത്തു പറയാണ്, നല്ലൊരു ഇമ്പാക്റ്റ് ആണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. 2-2.5 മണിക്കൂർ നിൽക്കുന്ന ഈ സിനിമ ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ നിന്ന് എല്ലാവർക്കും ഞങ്ങൾ കയറിയ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ മിക്സഡ് റിവ്യൂസ് വരുന്നുണ്ട്. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ കയറുന്ന തിയേറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ കാണുന്ന ആ തിയേറ്ററിലെ ഓഡിയൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ്, അതൊക്കെ ഒരു സിനിമ നമ്മളെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ വിലയിരുത്തുമ്പോൾ അതും കൂടി ഒരു ഘടകമാണ്.
വളരെ നിശബ്ദമായിട്ടിരുന്ന് കാണുന്ന ഒരു തിയേറ്ററിൽ നിന്നും വളരെ ഒച്ചപ്പാടും ബഹളവും ആർപ്പുവിളികളും കയ്യടിയൊക്കെ ഉള്ള ഒരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന സിനിമയുടെ ഒരു ആസ്വാദനത്തിൽ വിലയിരുത്തുമ്പോൾ അതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാൽ. എന്തായാലും വെക്കേഷന് പോയി കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഈ സിനിമ ജയിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ നോക്കിയാൽ ടിക്കറ്റ് കിട്ടണമെന്നില്ല. ആ ലെവലിലേക്ക് ഈ സിനിമയുടെ റിവ്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പോയി ഒന്ന് കാണുക. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാവരുടെ ആക്ടിങ്ങും സൂപ്പറാണ്. വർഗീയതയെയും മതേതരത്വത്തിനെയും ഭരണഘടനയെയും ഒക്കെ തന്നെ വളരെ തട്ടിക്കൂട്ടി കാണിച്ചിട്ടില്ല. വെറുതെ ഡയലോഗ് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പല സിനിമകളിലും ഡയലോഗ് വെറുതെ ഇങ്ങനെ പറയും, പക്ഷെ നമ്മൾ ടച്ച് ചെയ്യില്ല. ആ ഡയലോഗ് നമ്മൾ വെറുതെ കൈയടിക്കും, നമ്മളിലേക്ക് കൺവേ ആവുന്നുണ്ടാവില്ല, നമ്മളിങ്ങനെ വെറുതെ കേട്ടിരുന്ന് കൈയടിക്കാന്നല്ലാതെ. പക്ഷെ ഇതില് പറയുന്ന ഡയലോഗ് ഒക്കെ നമ്മളെ ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സീൻ അവർ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർ. എന്തായാലും ലിജോ ജോസ് ആന്റണി, ഹാറ്റ്സ് ഓഫ്. നീമ്പോളി, നിങ്ങൾ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും സ്ക്രിപ്റ്റ് നോക്കി വളരെ അതിൽ തന്നെ ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ സിനിമ ചെയ്യുക. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെല്ലാവർക്കും